ഹായ് ഗേസ്, ഞാൻ ഷനി കടവത്തെ. അപ്പോൾ നമുക്കിന്ന് നോക്കേണ്ടത് എന്താണ് സാമ്പത്തിക ശാസ്ത്രം. ഇക്കണോമിക്സ് ഈസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ബോൺസ് ആൻഡ് ദ സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് ദ വേർഡ് ഇക്കണോമിക്സ് ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഓയിക്കോണമിയ. അപ്പോൾ ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് പെർ ക്യാപിറ്റ ഇൻകം. The total income of a group divided by the number of people in the group. ഇതാണ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് ദേശീയ വരുമാനത്തെ അവിടെയുള്ള പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആളോഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നതായിരിക്കും. ഈ പ്രതിശീർഷ വരുമാനം ത്തിനകത്ത് അൺബാലൻസ്ഡ് ഉണ്ടാകുമ്പോഴാണ് ആ ഇക്കോണമിക്കകത്ത് സാമ്പത്തിക കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബാലൻസ്ഡ് ഇക്കോണമിയിൽ ഇൻഇക്വാലിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി അൺബാലൻസ്ഡ് ഒക്കെ ഉണ്ടാകുന്നത് കാരണം ഓവർ പോപ്പുലേഷനാണ്. ഈ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം ഒരു വിഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ മോറൽ ഇക്കണോമിക്സിൽ ഇതിന് ഗവൺമെൻറ് ഇൻ്റർവെൻഷനിലൂടെ പരിഹാരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഈ പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും ഇതിനകത്തുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്. അപ്പോൾ ഇത്രയാണ് എനിക്ക് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ.